والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا، رب زدنا علما. കഴിഞ്ഞ ക്ലാസ്സിൽ 3 നിയമങ്ങൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? നമ്മൾ 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അറിയോ ആർക്കെങ്കിലും? അഥവാ ഒന്ന്, സുക്കൂനുള്ള നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെയോ ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം ഷദ്ദുള്ള അക്ഷരം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം ഉച്ചരിക്കും. അതിനു മുമ്പുള്ള തൻവീനെയോ ഹറക്കത്തില്ലാത്ത അക്ഷരത്തെയോ ഉച്ചരിക്കൂല. അത് നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു, അത് വർക്കൗട്ട് ചെയ്തു. അതേപോലെയാണ് രണ്ടാമതായിട്ട് പിന്നെ പഠിച്ചതാണ് തൻവീനിന്റെയോ ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം വാവോ യാവോ വരിക. അങ്ങനെയാണെങ്കിൽ ഷദ്ദോട് കൂടി എന്ത് ചെയ്യണം? മണിച്ച് പാരായണം ചെയ്യണം. ആ അക്ഷരത്തെ യാഇനെയും വാവിനെയും എന്ത് ചെയ്യണം? ഷദ്ദോട് കൂടി മുമ്പുള്ള അക്ഷരം ഹറക്കത്തില്ലാത്ത നൂനിനെ അടുത്ത അക്ഷരമായ യാഇനോടോ അല്ലെങ്കിൽ വാവിനോടോ ഷദ്ദോട് കൂടി ചേർത്ത് മണിച്ച് ഉച്ചരിക്കണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നൂനിനെ എന്താക്കാൻ പാടില്ല? വ്യക്തമാക്കാൻ പാടില്ല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മൂന്നാമതായ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരിക. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബ എന്ന അക്ഷരം വരുന്നു. അത് നമ്മൾ പഠിച്ചു. എന്ത്? ആ ബാഇന് മുമ്പുള്ള ഹറക്കത്തില്ലാത്ത നൂനിന് മുകളിലായിട്ട് ഒരു ചെറിയ മീമ് വരുന്ന കാണാൻ സാധിക്കും. ആ നൂനിന് പകരം, ആ ഹറക്കത്തില്ലാത്ത നൂനിന് പകരം എന്ത് ചെയ്യണം? ആ മീമിനെ മാറ്റി മറിച്ച് ഉച്ചരിക്കണം. അവിടെയും എന്ത് ചെയ്യണം? നമ്മൾ മണിക്കണം. ഫഅൻബത്ന ഫീഹ ഹബ്ബയിൽ എന്തുണ്ട്? ഫഅൻബത്നയില് ആ നൂനിന് മുകളിലായി ചെറിയ മീമുണ്ട്. ആ നൂന് ഹറക്കത്തില്ലാത്ത നൂനാണ്. ആ നൂനിന് ശേഷം ബാ വന്നിട്ടുണ്ട്. അപ്പൊ ആ നൂനിനെ നമ്മൾ മീമായി മറിച്ച് മണിച്ച് ഉച്ചരിക്കണം. ഫഅൻബ. ഇത് മൂന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നീട് ഒരു നിയമത്തിന്റെ പകുതി നമ്മൾ പഠിച്ചു നിർത്തി. അഥവാ തൻവീനിന്റെ ശേഷം അഥവാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നിയമത്തിന്റെ പകുതി പഠിച്ചു നിർത്തി. പകുതി ഇൻഷാല്ല ഇന്ന് നമ്മൾ എടുക്കും. അപ്പോൾ അതും കൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാല്ല തുടങ്ങാം. മറച്ച് മണിക്കൽ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന്റെ ഉദാഹരണം നമ്മൾ എഴുതി. പക്ഷെ ഈ നിയമത്തിന്റെ സെയിം നിയമത്തിന്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ട്. അഥവാ മറച്ച് മണിക്കൽ. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ആദ്യം പറഞ്ഞ 3 നിയമങ്ങളിൽ പെടാത്ത, ആ നിയമങ്ങൾ ബാധകമാകാത്തിടത്ത് എന്ത് ചെയ്യണം? നൂനിന് ഹറക്കത്തില്ലാതെ വന്നാൽ നൂനിനെ വെളിവാക്കാതെ മറച്ച് അടുത്ത അക്ഷരം ഏതാണോ, അഥവാ നൂനിന് ഹറക്കത്തില്ലാത്ത നൂനിന് തൊട്ടടുത്ത അക്ഷരം ഏതാണോ ആ അക്ഷരത്തിന്റെ സ്വരത്തോട് ലയിപ്പിച്ച് 2 ഹറക്കത്തും മണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ടൊക്കെ ചെയ്തതാണ്. യൗമ യുൻഫഹൂൽ എന്തുണ്ട്? യുൻഫഹു എന്ന വാക്കിൽ അവിടെ സുക്കൂനുള്ള നൂൻ, സുക്കൂനുള്ള നൂൻ എന്ന് പറഞ്ഞാൽ അവ ഹറക്കത്തില്ലാത്ത നൂൻ. ആ ഹറക്കത്തില്ലാത്ത നൂന് അവിടെ എന്ത് ചെയ്യണം? മറയ്ക്കണം. കാരണം ആ നൂനിന് സുക്കൂന് എഴുതപ്പെട്ടിട്ടില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആ നൂനിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്? ശേഷമുള്ള അക്ഷരം
അതെ ഫ അതെ ഫായിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മറച്ച് മണിച്ച് ഉച്ചരിക്കണം. അപ്പൊ യുൻഫഹു എന്ന് പറഞ്ഞ യുൻ എന്ന് പറയുന്ന ആ നൂനിന്റെ ശബ്ദം വ്യക്തമാകാൻ പാടില്ല. യുൻഫഹു അല്ല, അതെ യൂഫ മണിക്കേം വേണം. യൂഫഹു എന്ന് പറയുമ്പോ അവിടെ നമ്മൾ എന്താക്കി? നൂനിനെ സൈലന്റ് ആക്കി. പക്ഷെ അവിടെ നൂനിനെ മണിച്ചിട്ടില്ല. സൈലന്റ് ആക്കി മണിക്കണമെന്നുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ അക്ഷരത്തെ അവ്യക്തമാക്കണം, അതെ സൈലന്റ് ആക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം? സൈലന്റ് ആക്കിയാൽ മാത്രം പോരാ, ആ നൂനിനെ മണിക്കേം വേണം. രണ്ട് ഹറകത്ത് മണിച്ച് പാരായണം ചെയ്യണം. അപ്പോ അഥവാ നമ്മളെ നൂന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക. നൂന് പറയുമ്പോൾ നമ്മുടെ നാവ് ഒരു ഭാഗത്ത് തട്ടും. അഥവാ മേൽമുൻപല്ലിന്റെ ഊനെന്ന് പറയും. മേൽമുൻപല്ലിന്റെ ഊന് അഥവാ ഈ മേൽമുൻപല്ലിന്റെ മുകളിലത്തെ മുൻപല്ല് മുളയ്ക്കുന്ന ഭാഗം, ചുവടിന് മുകളിലായിട്ടുള്ള ഭാഗമുണ്ട് നൂൻ. ആ ഭാഗത്താണ് നൂനിന്റെ മഹ്റജ് വരുന്നത്. നൂൻ അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? ഇവിടെ യുൻഫഹു എന്ന് പറയുമ്പോൾ അവിടെ തട്ടാൻ പാടില്ല. നമ്മുടെ നാവ് അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. അതെ അതെ യുൻഫഹു അവിടെ ടച്ച് ചെയ്താൽ എന്താവും? ആ അക്ഷരം വ്യക്തമായി എന്നാണ്. അപ്പൊ ആ അക്ഷരം ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ നാവ് തട്ടാൻ പാടില്ല. അപ്പോ ആ സമയത്ത് നമ്മൾ അടുത്ത അക്ഷരം ഉച്ചരിക്കുക യൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയം എന്ത് ചെയ്യണം? അവിടെ രണ്ട് ഹറക്കത്ത് മണിക്കണം. നൂനിനെ അവ്യക്തമാക്കുന്ന സമയത്ത് രണ്ട് ഹറക്കത്ത് നമ്മൾ മണിച്ച് ശേഷമുള്ള അക്ഷരം ഏതാണോ ആ അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യണം? ചേർത്ത് വായിക്കണം. യൂഫ യൂഫ. അതെ യൗമ യൂഫഹു. അങ്ങനെയാണ്. രണ്ടാമത്തെ ഉദാഹരണം എന്താ? മിൻ ഖബിലിക്കും. മിൻ ഖബിലിക്കും. അവിടെ മിൻ എന്ന വാക്കില് ഹറക്കത്തില്ലാത്ത നൂനാണ് വന്നിട്ടുള്ളത്. അഥവാ നൂന് സുക്കൂനാണുള്ളത്. പക്ഷെ ആ സുക്കൂന് അവിടെ എഴുതപ്പെട്ടിട്ടില്ല. അതിന്റെ ഫോണ്ടിൽ ടെക്സ്റ്റ് എന്താക്കിയിട്ടില്ല, എഴുതിയിട്ടില്ല. ഖുർആനിൽ ഇതേപോലെ നമുക്ക് കാണാം. സെയിം ഇതേ രൂപത്തിലായിരിക്കും ഖുർആനും കാണുന്നത്. അപ്പൊ നൂനിന് അവിടെ ഹറക്കത്ത് ഇല്ലാത്തതിന് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ നൂന് ഹറക്കത്ത് എഴുതപ്പെട്ടിട്ടില്ല. നൂന് സുക്കൂനാണ്. സുക്കൂനിന്റെ സിമ്പിൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് അവിടെ? എന്താണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ വരുമ്പോ വ്യക്താക്കാതെ നൂനിനെ മണിച്ചിട്ട് വ്യക്തമാക്കാതെ അതെ അഥവാ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. അഥവാ ഖുർആനിൽ ഒരു അക്ഷരത്തിന് സുക്കൂനാണ്, പക്ഷെ ആ അക്ഷരത്തിന് ആ ഹറക്കത്ത് കാണുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ആ അക്ഷരത്തെ അവ്യക്തമാക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യക്തമാക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നൂനിന്റെ വിഷയം വന്നു. ഇപ്പോ നൂനിന് അവിടെ സുക്കൂന് ആണ് ഉള്ളത്, പക്ഷെ സുക്കൂന് കൊടുത്തിട്ടില്ല, സുക്കൂന് എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടത്തെ നൂനിനെ നമ്മൾ എന്താക്കണം? വ്യക്തമാക്കാൻ പാടില്ല. പിന്നെ മണിക്കണോ വേണ്ടെന്നുള്ളത് എന്താണ് രണ്ടാമത്തെ കാര്യമാണ്. അഥവാ അതിന്റെ അടുത്ത അക്ഷരം ബേസ് ചെയ്തിരിക്കും മണിക്കണോ വേണ്ടെന്നുള്ളത്. അപ്പോ ഇവിടെ ഖാഫാണ്. അപ്പൊ എന്താണ്? അതെ അടുത്ത അക്ഷരത്തോടെ എന്ത് ചെയ്യണം? നമ്മള് മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഒരു ഡൗട്ട് ഉസ്താദേ, ഈ സുക്കൂൻ ഒഴികെ ബാക്കിയുള്ളതിനല്ലേ നമ്മള് ഹർക്കത്ത് എന്ന് പറയുന്നത്? ഫത്ഹ കസ്റ ദമ്മ. അതെ അതെ ഫത്ഹ കസ്റ ദമ്മ. അതെ ഇതാണ് ഹറക്കത്ത് എണ്ണപ്പെടുമ്പോ ഫത്ഹ കസ്റ ദമ്മ. സുക്കൂൻ ഉള്ളതെന്ന് വെച്ചാല് ഒരക്ഷരത്തിന് ഒരു ഹറക്കത്തും ഇല്ലാത്ത അവസ്ഥയാണ് സുക്കൂൻ എന്നുള്ളത്. അഥവാ ഒരക്ഷരത്തിന് ഫത്ഹ കസ്റ ദമ്മില്ല, ഫത്ഹത്തൈൻ കസ്റത്തൈൻ ദമ്മത്തൈൻ ഇല്ല. ഇതില്ലാത്ത അവസ്ഥയാണ് എന്ത്? സുക്കൂൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ ഉദാഹരണം എന്താണ്? മിൻ ഷെഡ്ഡി. മിൻ ഷെഡ്ഡിയിൽ എന്തുണ്ട്? അവിടെ മിൻ എന്ന വാക്കില് ഹറക്കത്ത് കൊടുത്തിട്ടില്ല, സുക്കൂന് കൊടുത്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവിടത്തെ ഹറക്കത്തില്ലാത്ത നൂനിന് അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് എന്ത് ചെയ്യണം? അടുത്ത അക്ഷരമായ ഷീനിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ മറച്ച് മണിക്കണം. നൂനിനെ മറച്ചിട്ട് മണിക്കണം. രണ്ട് ഹറക്കത്ത് മണിച്ച് ഷീനിലേക്ക് ചേർത്ത് പാരായണം ചെയ്യണം. മ്യൂഷ അതെ ഒരാള് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ബാക്കി ആരും പറയുന്നില്ല. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അടുത്ത ഓക്കെ ഇൻഷാ അല്ലാഹ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് എല്ലാരെയും കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് വായിപ്പിക്കാം.
അപ്പോ ഇത് ഹറക്കത്തില്ലാത്ത നൂനിന്റെ വിഷയമാണ്. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഹറക്കത്തില്ലാത്ത നൂന് അഥവാ സുക്കൂന് കൊടുക്കാത്ത സമയങ്ങളിൽ, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ 3 നിയമങ്ങളില്ലേ, ഒന്ന് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരിക, അപ്പൊ ബാ എന്ന അക്ഷരത്തെ മാറ്റണം. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഷദ്ദിന്റെ അക്ഷരങ്ങൾ വരിക, അതും മാറ്റിക്കോ. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾ, ഷദ്ദിന്റെ അക്ഷരങ്ങൾ, ഷദ്ദില്ലാത്ത അക്ഷരങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെയാണ്. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷമുള്ള അക്ഷരത്തിന് ഷദ്ദ് ഉണ്ടാവൂല. മനസ്സിലായോ? മീൻ ഖബലിക്കും. അതേപോലെ എന്താണ്, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഒരു ഷദ്ദില്ലാത്ത അക്ഷരമാണ് വന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു നിയമമാണെങ്കിൽ അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഷദ്ദ് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഹറക്കത്തില്ലാത്ത നൂനിന്റെ വരുമ്പോ ദാ വലം യക്കുൻ ലഹു, ഇവിടെ യക്കുനിലും ഹറക്കത്തില്ലാത്ത നൂനാണ്, പക്ഷെ ശേഷമുള്ള അക്ഷരം എന്താണ്? ഷദ്ദ് വന്നു. മനസ്സിലായോ? അപ്പൊ ഈ ലാമ് കൂട്ടാൻ പാടില്ല. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഷദ്ദുള്ള അക്ഷരങ്ങൾ, ഈ ഒരു പാർട്ട് നമ്മൾ മാറ്റി വെക്കണം. അതേപോലെ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരുന്ന പാർട്ട് മാറ്റി വെക്കുക. ബാക്കിയുള്ള ഭാഗം, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാക്കി ഷദ്ദില്ലാത്ത അക്ഷരങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? ആ ഹറക്കത്തില്ലാത്ത നൂനിനെ, അഥവാ സുക്കൂനുള്ള നൂൻ, അവിടെ ഹറക്കത്ത് കൊടുക്കൂല, പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സുക്കൂനാണ്. ആ സുക്കൂനുള്ള നൂനിനെ എന്ത് ചെയ്യണം? മണിച്ച് നമ്മൾ ശേഷമുള്ള അക്ഷരത്തോട് ചേർത്ത് ഉച്ചരിക്കേണ്ടതാണ്. ഇനി നമ്മൾ വരുന്നത്, ഇപ്പോ ഹറക്കത്തില്ലാത്ത നൂനിന്റെ വിഷയം പറഞ്ഞു. ഇനി തൻവീനിന്റെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ തൻവീനിന്റെ ശേഷം എന്ത് വരണം? ഇതേ രൂപത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ വരും. അഥവാ തൻവീൻ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഫത്ഹത്തേൻ എഴുതിയിരിക്കുന്ന ഒരു രൂപം കണ്ടോ? ഫത്ഹത്തേൻ, കസറത്തേൻ, ദമ്മത്തേൻ ഉണ്ട്. ഇതിൽ ഫത്ഹത്തേൻ എഴുതിയിരിക്കുന്ന ശൈലി കാണുന്നുണ്ട്. ഒരു ഫത്ഹ മുകളിൽ എഴുതിയിട്ട് അതിന് താഴെ കുറച്ച് മാറിയിട്ടാണ് അടുത്ത ഫത്ഹ എഴുതിയിട്ടുള്ളത്, അല്ലേ? സാധാരണ തൻവീൻ എഴുതുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഒരേപോലെ എഴുതും. ഫത്ഹ മുകളിൽ എഴുതിയ അതിന്റെ അതേ ലെവലായിരിക്കും അടുത്ത ഫത്ഹം എഴുതുന്നത്. അതുപോലെ കസറത്തെ, ഇരട്ട കസറ എഴുതുമ്പോൾ എന്താണ്? ഒരു കസറ ഇട്ടാൽ അതിന്റെ തൊട്ടു താഴെ അതേ ലെവലിലായിട്ട് കസറത്തേൻ ഇടും. അതേപോലെയാണ് ഇടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇട്ടിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ്? ഒരു ഫത്ഹ മുകളിൽ എഴുതി ശേഷം എന്താണ്? വലതോട്ട് കുറച്ച് മാറിയിട്ടാണ് അടുത്ത ഇട്ടിട്ടുള്ളത്. അതേ രൂപത്തിലാണ് ഒരു കെസറട്ടു വലതു ലൊമ്മത്തേൻ എന്താണ്? 2 ലൊമ്മ പാലിച്ചുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു തൻവീനിന്റെ രൂപം നമ്മൾ മനസ്സിലാക്കിക്കണം. ഇങ്ങനെയാണ് തൻവീൻ വരിക. ഇങ്ങനെ വരുന്ന തൻവീനിന്റെ സമയങ്ങളിൽ, അഥവാ ഖുർആനിൽ ഇതേ രൂപത്തിൽ തൻവീന് വരുന്ന ഭാഗങ്ങളുണ്ട്. ഫത്ഹത്തേന് ഇതേ രൂപത്തിൽ വരും, കസറത്തിന് ഇതേ രൂപത്തിൽ വരും, വരും, ഇതേ ശൈലിയിൽ ഖുർആനിൽ വരും. അപ്പോ ഇപ്പോ കാണുന്നത് പോലെ പ്രിന്റ് ചെയ്ത തൻവീൻ വരികയാണെങ്കിൽ, ഖുർആനിൽ ഇതേ രൂപത്തിൽ പ്രിന്റ് ചെയ്ത തൻവീന് ഖുർആനിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? തൻവീൻ, ഉദാഹരണം ഇപ്പോ ഹംസയ്ക്ക് തൻവീൻ വന്ന എങ്ങനെ ഉച്ചരിക്കും? ഹംസയ്ക്ക് ഫതഹത്തേൻ വന്ന അൻ, അല്ലേ? അൻ. കസറത്തേൻ വന്ന ഇൻ, അതെ. ദമ്മത്തേൻ വന്നാല് ഉൻ, അതെ. അപ്പൊ ഇവിടെയൊക്കെ അവസാനം ഒരു നൂനിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റൂല. അൻ, ഇൻ, ഉൻ, ബൻ, ബിൻ, ബുൻ. അവസാനം ഒരു സുക്കൂനുള്ള നൂനിലാണ് അത് അവസാനിക്കുന്നത്. തൻവീൻ എപ്പോഴും അതിന്റെ ശബ്ദം അവസാനിക്കുക എന്താണ്? സുക്കൂനുള്ള നൂനിലാണ്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. തൻ, തിൻ, തുൻ, സൻ, സിൻ, സുൻ, അല്ലെ? അവസാനം അതിന്റെ നൂനിലൊക്കെയാണ് അത് അവസാനിക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ഇങ്ങനെ തൻവീൻ വരികയാണെങ്കിൽ, ഇപ്പോ പ്രിന്റ് ചെയ്യപ്പെട്ടതിൽ നമ്മൾ കാണുന്ന രൂപത്തിലാണ് ഖുർആനിൽ തൻവീൻ വരുന്നതെങ്കിൽ, ആ തൻവീന് പറയുമ്പോഴുള്ള ഇൻ എന്ന ശബ്ദം നമ്മൾ വ്യക്തമാക്കാതെ മറച്ച് തൊട്ടടുത്തുള്ള അക്ഷരത്തിന്റെ സ്വരത്തോട് ലയിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് മണിച്ച് പാരായണം ചെയ്യണം. അപ്പൊ ഇൻ എന്ന് നമ്മൾ വ്യക്തമാക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാല് മാ അൻ സജ്ജാജ, ഇവിടത്തെ ഉദാഹരണമാണ് മാ അൻ സജ്ജാജൻ. ഇവിടെ എന്തുണ്ട്? തൻവീൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അതെ, ഒരു ഫതഹത്തിന് ശേഷം കുറച്ച് ചരിച്ചാണ് അടുത്ത ഫതഹ കൊണ്ടുപോകുന്നത്. നമ്മൾ നേരത്തെ PDF കണ്ട അതേ, അഥവാ കുറച്ച് മുകളിലായിട്ട് കണ്ട അതേ ശൈലിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്.
അപ്പൊ എന്താണ് ഇവിടെ മാ അൻ സജ്ജാജൻ മാ അൻ ഉണ്ട് അവിടെ ഹംസയ്ക്ക് തൻവീൻ ഉണ്ട്. പക്ഷെ തൻവീന്റെ ശൈലി എങ്ങനെയാണ്? വേറൊരു ശൈലിയിലാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ രൂപത്തിലാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ അൻ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. അഥവാ ആ നൂനിന്റെ ശബ്ദത്തെ നമ്മൾ വ്യക്തമാക്കാതെ ശേഷമുള്ള അക്ഷരത്തോട്, ശേഷമുള്ള അക്ഷരം ഏതാണ് ഇവിടെ? തൻവീനിന് ശേഷമുള്ള അക്ഷരം അതെ സ. ശേഷമുള്ള അക്ഷരത്തോട് നമ്മൾ മറച്ചുച്ചരിക്കണം. തൻവീനിന്റെ ശബ്ദത്തെ മറയ്ക്കണം. അപ്പോ അൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്ക് നൂനിലേക്ക് തട്ടുമല്ലേ? അൻ അല്ലേ? അൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് നൂനിന്റെ ഉത്ഭവസ്ഥാനം, നൂന് എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് ആ ഒരു പ്ലേസിൽ നമ്മുടെ നാവ് ചെന്ന് തട്ടും. അതാണ് മഹ്റജ്. ഈ അക്ഷരങ്ങളുടെ മഹ്റജ് നമ്മൾ പഠിക്കണമെന്ന് കേട്ടിട്ടുണ്ടാവും. ഖുർആൻ പഠിക്കുമ്പോൾ തജ്വീദ് മഹ്റജ് പഠിക്കണം. എന്താണ് മഹ്റജ്? മഹ്റജ് എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കേണ്ട ഹക്കുണ്ട്. അവ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങളിൽ നമ്മൾ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായിട്ടുള്ള ഹക്ക് കൊടുക്കണം. ഹക്ക് എന്ന് വെച്ചാൽ അത് എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വായിൽ നിന്നോ തൊണ്ടിൽ നിന്ന് ചെയ്യണം കറക്റ്റ് ഉത്ഭവിപ്പിക്കണം. അതാണ് മഹ്റജ്. ഇപ്പൊ ഇവിടെ നൂന് പറയുമ്പോ ഇവിടെ തട്ടും മേൽമുൻപല്ലിന്റെ ഊന് അഥവാ മേൽമുൻപല്ലിന്റെ ചുവടിന്റെ മുകൾ ഭാഗം അഥവാ പല്ല് നമ്മളെ പല്ലിന്റെ ബാക്ക് സൈഡിൽ മോണയുമായിട്ട് ബന്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് മേൽമുൻപല്ലിന്റെ ചുവട് എന്ന് പറയുന്നത്. മുകൾ മുൻപല്ലിന്റെ ചുവട്. ഈ ചുവടിന് തൊട്ട് മുകളിലായിട്ടൊരു സ്ഥലമുണ്ട്. അതാണ് മേൽ മുൻപല്ലിന്റെ ഊൻ അഥവാ നൂന്. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാല് എവിടെയാണോ നമ്മുടെ നാവ് തട്ടുന്നത് അതാണ് അതിന്റെ മഹ്റജ്. നൂൻ എന്ന് പറഞ്ഞു നോക്കൂ. നൂൻ നൂൻ അല്ലെ? അപ്പൊ എവിടെയാണ് നമ്മുടെ നാക്ക് തട്ടുന്ന? നാക്ക് തട്ടുന്ന മേൽമുൻപല്ലിന്റെ കുറച്ച് മുകളിലായിട്ട് തട്ടുന്നത് അതാണ് ഊൻ എന്ന് പറയും. ആ ഭാഗത്തിന്റെ പേരാണ് ഊന്. നൂനല്ല, ഊന്. അതെ, ആ ഭാഗത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ മാൻ എന്ന് പറയുമ്പോ ഇന്നിന്റെ ശബ്ദം അവിടെ തട്ടാൻ പാടില്ല. നാക്ക് അങ്ങോട്ട് പോവാതെ എന്ത് ചെയ്യണം? അവിടെ മറയ്ക്കണം. തൻവീനിന്റെ ശബ്ദത്തെ മറയ്ക്കണം. അവിടെ നാക്ക് തട്ടാൻ പാടില്ല. ആ ഒരു സമയത്ത് നമ്മൾ രണ്ട് ഹറക്കത്ത് എന്ത് ചെയ്യണം? മണിച്ച് ഉച്ചരിക്കണം. അതെ അതെ. പക്ഷെ ഈ മറച്ചു മണിക്കുന്ന സമയത്ത് നമ്മുടെ വായ എന്താ ക്ലോസ് ആവാൻ പാടില്ല, അഥവാ അടയാൻ പാടില്ല. പറ്റൂല. അങ്ങനെ ക്ലോസ് ആവാണെങ്കിൽ എന്താണ്? അവിടെ മീം എന്ന അക്ഷരം വരും. അഥവാ എന്ന് പറയുമ്പോ മീമാവും, അവിടെ വേറെ അക്ഷരമാവും. അപ്പൊ നമ്മുടെ വായ എപ്പോഴും തുറന്നിരിക്കണം. അഥവാ ഈ അഥവാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മറച്ചു മണിക്കുന്ന സമയമില്ല, രണ്ട് ഹറക്കത്ത് നമ്മൾ മറച്ചു മണിക്കൂലേ, ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാവിനെ അടുത്ത അക്ഷരം ഏതാണോ ആ അക്ഷരത്തിലേക്ക് എത്തിക്കണം. ഇപ്പൊ ഇവിടെ സായാണ്. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ഹറക്കത്ത് മണിക്കുന്ന സമയത്ത് അടുത്ത അക്ഷരത്തിലേക്ക് നമ്മുടെ നാവിനെ തയ്യാറാക്കി വെക്കണം. ഈ മേൽമുൻപല്ലിന്റെ അരികിലാണ് സ വരുന്ന ആ സായിലേക്ക് നമ്മുടെ നാവിനെ തട്ടിക്കാന് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഹറക്കത്ത് മണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ അപ്പൊ അവിടെ അൻ എന്ന് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. കാരണം അവിടെ വന്ന തൻവീനിന്റെ ശൈലി തന്നെ എന്താണ്? വേറൊരു രൂപമാണ്. അഥവാ ഒരേ രൂപത്തിലല്ല തൻവീൻ എഴുതിയിട്ടുള്ളത്. ഒരു ഫത്ഹിന് ശേഷം അടുത്ത ഫത്ഹ എഴുതിയത് ഇടത്തോട്ട് മാറ്റി. ഇപ്പൊ നമ്മൾ നേരത്തെ ഇത് പ്രിന്റിൽ കണ്ട വലത്തോട്ട് മാറ്റിയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതേ രൂപത്തിലാണ്. അഥവാ ഇടത്തോട്ട് മാറ്റിയാണ് തൻവീൻ എഴുതുന്നത് ഈ രൂപത്തിൽ. ഓക്കെ. രണ്ട് തരത്തിലുള്ള തൻവീൻ ഉണ്ട് അല്ലേ ഉസ്താദേ? എന്താണ്? രണ്ട് തരത്തിലുള്ള തൻവീൻ ഉണ്ടപ്പോ അല്ലെ? രണ്ട് തരം വെച്ചാൽ തൻവീന്, ഈ രണ്ട് തൻവീനും ഒരേ ഇത് തന്നെ. പക്ഷെ ഈ രണ്ട് തരത്തിൽ എഴുതിയിരിക്കുന്ന വെച്ചാൽ ഒന്നിനെ വ്യക്തമാക്കണം. ഒരേ രൂപത്തിൽ വരികയാണെങ്കിൽ ആ തൻവീനിനെ വ്യക്തമാക്കണം. അൻ എന്ന് തന്നെ പറയണം. അതെ, രണ്ട് തരത്തിലുണ്ട്. അതിലെ ഒരു രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത രീതി ഇന്ന് തന്നെ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഈ രൂപത്തിൽ വരുന്ന തൻവീൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമാക്കാൻ പാടില്ല. തൻവീനിനെ അവ്യക്തമാക്കി തൊട്ടടുത്തുള്ള അക്ഷരത്തിലേക്ക് രണ്ട് ഹറക്കത്ത് മണിച്ച് ലയിപ്പിക്കണം, ചേർത്ത് ഉച്ചരിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്ത ഒരു ഉദാഹരണമാണ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇതില് ഷൈഇൻ ഷഹീദ് രണ്ട് വാക്ക് നോക്കിയാല്
ഷെയ്ഇൻ എന്ന വാക്കില് ഹംസയ്ക്ക് എന്ത് വന്നു? കെസറു തൻവീൻ വന്നു. അതെ, കെസറു തൻവീൻ. ആ കെസറു തൻവീൻ എഴുതിയിരിക്കുന്ന ശൈലി എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ടെക്സ്റ്റിൽ കണ്ട അതേ രൂപത്തിൽ. ടെക്സ്റ്റിൽ വലതുഭാഗത്തോട്ട് മാറ്റി എഴുതിയ, പക്ഷെ അങ്ങനെയല്ല, ഇതേ രൂപത്തിലാണ് ഇടതുഭാഗത്തേക്ക് മാറ്റിയാണ് എന്ത് തൻവീൻ എഴുതുന്നത്. അപ്പൊ എന്താണ്? ഒരു കെസറിന് ശേഷം അടുത്ത കെസർ ഇടത് ഭാഗത്തേക്ക് മാറ്റി ചരിച്ചെഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഈ തൻവീനിന് ശേഷം ഷദ്ദിന്റെ അക്ഷരവും അല്ല വന്ന. നമ്മൾ അത് നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. തൻവീനിന് ശേഷം ഷദ്ദിന്റെ അക്ഷരം വരും. അപ്പൊ ഷദ്ദിന്റെ അക്ഷരത്തെ മാത്രം ഉച്ചരിക്കണം നമ്മൾ പഠിച്ചു. അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് എഴുതി പലരും മാഷാ അല്ലാഹ് ഇന്നലെ മാഷാ അല്ലാഹ് വർക്കുകൾ അയച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ തൻവീനിന് ശേഷം എന്താണ്, ഷദ്ദിന്റെ അക്ഷരം അല്ല വന്നത്. അപ്പൊ എന്താണ്, തൻവീനിന് ഇവിടെ വന്ന ശൈലി എങ്ങനെയാണ്? ഈ അടുപ്പിച്ചല്ല വന്നിട്ടുള്ളത്. എങ്ങനെയാണ്? ഇടതുഭാഗത്തേക്ക് മാറ്റി ചരിച്ചാണ് ഈ തൻവീനി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഈ തൻവീനിനെ വ്യക്തമാക്കാൻ പാടില്ല. ഇങ്ങനെ വരുന്ന തൻവീനി എന്താക്കാൻ പാടില്ല? അതിന്റെ ശബ്ദം, നൂനിന്റെ ശബ്ദത്തെ വ്യക്തമാക്കാതെ എന്ത് ചെയ്യണം? ശേഷമുള്ള അക്ഷരത്തിലേക്ക് അവ്യക്തമാക്കി 2 ഹറക്കത്ത് മണിച്ച് ലയിപ്പിക്കണം. അപ്പൊ അല കുല്ലി ഷൈഇൻ ഷഹീദ് എന്നല്ല. അതെ, മാഷാ അല്ലാഹ്. അഥവാ നമ്മൾ ഈ 2 ഹറക്കത്ത് മറച്ചു മണിക്കുന്ന സമയം അടുത്ത അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മളെ നാവിനെ കൊണ്ടുപോകണം. അപ്പൊ ഷീനാണ്. അപ്പൊ എന്ന് നമ്മൾ പറയാൻ പാടില്ല. അതെ, അതെ, ഷഹീദ്. ഇനി മൂന്നാമത്തെ ഒരു ഉദാഹരണമാണ് ഫീഹ കുതുബുൻ ഖയ്യിമ. അപ്പൊ ഫതഹു തൻവീന്റെ ഉദാഹരണം നമ്മൾ കണ്ടു, ഫതഹു തൻവീൻ വരുന്ന ശൈലി കണ്ടു. രണ്ടാമത്തെ എക്സാമ്പിളില് കെസറു തൻവീന്റെ ഉദാഹരണം, അപ്പൊ കെസറു തൻവീന്റെ ശൈലി, ഒരു എഴുത്തിന്റെ രൂപം കണ്ടു. ഇനി ദമ്മു തൻവീന്റെ ഒരു രൂപമാണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ ഉദാഹരണം ഫീഹ കുതുബുൻ ഖയ്യിമ. കുതുബുൻ ഖയ്യിമ. അതെ, ഈ കുതുബുൻ ഖയ്യിമ നോക്കുമ്പോ അവിടെ ബായിന് എന്ത് വന്നു? ദമ്മു തൻവീൻ വന്നു. തൻവീനാണ് ദമ്മു തൻവീൻ. നമ്മൾ നേരത്തെ PDF-ൽ മുകളിൽ കണ്ട പോലെ, താരീഫിൽ നോക്കിയത് പോലെ, ആ ഡെഫിനേഷനിൽ കണ്ട പോലെ അതേ തൻവീൻ താണ്ട, ഇതേ തൻവീനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദമ്മു തൻവീൻ കറക്റ്റ് ആണ്, രണ്ടിലും ഓക്കെയാണ്, ശരിയാണ്. പക്ഷെ ഫതഹു തൻവീനും കെസറു തൻവീനും നമ്മൾ ഇതേ രൂപത്തിലല്ല, വലതുഭാഗത്തേക്ക് മാറ്റിയില്ല, തിരിച്ചാണ് ഇടതു ഭാഗത്തേക്ക് മാറ്റിയാണ് തൻവീനെ എഴുതുക. ഇപ്പൊ ദമ്മു തൻവീനിന് ശേഷം, അഥവാ ദമ്മു തൻവീന്റെ ആ ഒരു രൂപം കണ്ട, 2 ദമ്മ എന്താക്കി കുറച്ച് അകലം പാലിച്ച് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ വരുന്ന ദമ്മു തൻവീൻ ആണ് എങ്കിൽ ആ ദമ്മു തൻവീൻ വന്ന ഏത് അക്ഷരമാണോ ആ അക്ഷരത്തെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ തൻവീനിനെ അവ്യക്തമാക്കണം. അപ്പൊ ബായിനാണ് തൻവീൻ വന്നത്. ആ ബായിനെ കുതുബുൻ അഥവാ ബുൻ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ഇൻ എന്ന ശബ്ദം നമ്മൾ വ്യക്തമാക്കാതെ അവിടെ 2 ഹറക്കത്ത് മറച്ച് മണിച്ച് ഖാഫിലേക്ക് ചേർത്ത് ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെ ഉച്ചരിക്കും നമ്മള്? അതെ, കുതുബു. അഥവാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുത്തുബുവിന്റെ കാഫാണ്, ഖയ്യിമയ്ക്ക് ഖാഫാണ്. അപ്പൊ നമ്മൾ ഈ മറച്ചു മണിക്കുന്ന സമയത്ത് ഖാഫിലേക്ക്, അണ്ണാക്കിലേക്ക്, നാവിന്റെ ബാക്ക് സൈഡ് അണ്ണാക്കി തട്ടണം. കുതുബു ഖയ്യിമ ഒന്ന് പറഞ്ഞു നോക്കിയാ. അതെ, കുതുബു ഖയ്യിമ. ബാറക്കല്ലാഹു. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കാം. അതെ, وإذا مس الناس ضر دعوا. ഇവിടെ ദുർറുൻ ദഅൂൽ എന്താണ്? റായിന് ദമ്മു തൻവീൻ അല്ലേ? ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണുന്നില്ലേ? ഓക്കെ. അപ്പോ ദമ്മു തൻവീനിന് ശേഷം, അല്ല, ദമ്മു തൻവീൻ എഴുതിയിരിക്കുന്നത് എന്തെങ്ങനെയാണ്? ആ ഒരു ശൈലി, ദമ്മു തൻവീന്റെ ശൈലി നമ്മൾ നേരത്തെ ആ ഒരു ടെക്സ്റ്റിൽ കണ്ട അതേ രൂപത്തിലാണ്. അപ്പൊ ഇവിടെ ദമ്മു തൻവീനിനെ എന്ത് ചെയ്യണം? അവ്യക്തമാക്കണം. അപ്പൊ ഒരാളൊന്ന് ഇതൊന്ന് വായിച്ചാൽ എങ്ങനെ നമ്മൾ അവ്യക്തമാക്കി ഓതും? അതെ, ഹാഫിസിക്ക് ഒന്ന് വായിച്ചാൽ.
ളുറുൻ ദഅൗ. അതെ ദുറു ദഅു. അതേപോലെ ഷറഫു എന്ന് വായിച്ചാണ്. ളുറുൻ ദഅു റബ്ബഹും. അവിടെ മണിക്കണം, രണ്ട് ഹറക്കത്തും മണിക്കണം. ളുറുൻ ദഅു. അതെ ദുറു ദഅു. മാഷാ അല്ലാഹ്. ളുറുൻ ദഅു. ഇനിയുള്ളത് ഞാൻ പറയുന്ന ഒരാളൊന്ന് ഇൻഷാ അല്ലാഹ് വായിക്കണം. അബ്ദുൾ റഷീദ് ഖാൻ ഇൻഷാ അല്ലാഹ്. അതന്നല്ലേ ഉസ്താദ് ആ വായിക്കുന്നത്? അതന്നെ ഈ മുകളിലുള്ളത് സുൽത്താനൻ. അത് ഇവിടെ ഒന്നും മറിഞ്ഞിരിക്കണം, സ്ക്രീൻ ശരിക്കും കാണാനല്ല. സ്ക്രീൻ ശരിക്കും കാണാനല്ല. ഇപ്പൊ കാണുന്നില്ലേ? അതല്ല, അതിനുശേഷം രണ്ടാമത്തെ നമുക്ക് ഇത് രണ്ടാമത്തെ ഏതാ? സുൽത്താനൻ. സുൽത്താനം ഫഹുവ യതകല്ലമു. അതെ സുൽത്താനം ഫഹുവ യതകല്ലമു. സുൽത്താനം ഫഹു. അവിടെ ഫതഹു തൻവീന്റെ ആ ഒരു ശൈലി നമുക്ക് കാണാൻ സാധിക്കും. അതെ സുൽത്താനം ഫഹുവ തകല്ലമു. അതെ. ഇനി മൂന്നാമത്തെ ഉദാഹരണം ഇബ്രാഹിം ഖാൻ ഇൻഷാ അല്ലാഹ്. റഹ്മതൻ ഫരിഹു ബിഹാ. അതെ റഹ്മതൻ ഫരിഹു ബിഹാ. മാഷാ അല്ലാഹ്. ഇനി നാലാമത്തെ ഉദാഹരണം സാംസങ് ആരാണ്? അളന്ന് വായിക്കോ. പേര് ടൈപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് റഷീദ് വായിച്ചെടുക്ക. റഷീദ് TS. സഖ്വാത്തിം തുരീദൂന. ഇവിടെ നമ്മളെന്താണ്? സക്കാത്താണ്, സക്കവാത്തല്ല. അവിടുത്തെ വാവ് വന്നത്, വാവിന് മുകളിൽ അലിഫ് വന്നത് ആ കാഫിനെ നീട്ടാനാണ്. അത് വാവിനെ നീട്ടാനല്ല. അതെ സക്കാത്തിനാണ്. ഇൻഷാ അല്ലാഹ് അത് എന്താണ് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. സക്കാത്തിം തുരീദൂന. ശരിക്കും മറച്ചു മണിക്കുമ്പോ ചുണ്ട് അടയുന്നു തോന്നുന്നു. സക്കാത്തിം അല്ല, അതെ. ഈ മറച്ചു മണിക്കുമ്പോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ രണ്ട് ഹറക്കത്ത് മറച്ചു മണിക്കുമ്പോൾ നമ്മളെ ചുണ്ട് ഒരിക്കലും അടയാൻ പാടില്ല, കൂട്ടി മുട്ടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതെ കൂട്ടി മുട്ടിയാല് ഓക്കെ ഞാൻ പറയാൻ ശ്രദ്ധിച്ചാൽ മതി. അഥവാ നമ്മൾ ഈ മറച്ചു മണിക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ട് എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുക. അഥവാ അടുത്ത അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യണം, പറയാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കും. രണ്ട് ഹറക്കത്ത്. ഈ സമയത്ത് നമ്മൾ ചുണ്ട് പൂട്ടിയാലോ സക്കാത്തിം, പുതിയൊരു അക്ഷരം അവിടെ വരെയാണ്. എന്താണ്? സുക്കൂനുള്ള മീമ് അവിടെ വരെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളെ ചുണ്ട് കൂട്ടിമുട്ടാൻ പാടില്ല. അപ്പോ ഒരു ഡൗട്ട്. ഇപ്പൊ സക്കാത്തിന്ന് മറ്റേ സക്കാത്തിനുള്ള വാവിട്ടാല് ഊന്നല്ലേ ശരിക്കണ്ടത്? ലമ്മത്തിന്റെ നീട്ടലല്ലേ വാവിട്ടാല്? പക്ഷെ അതിന് മുമ്പ് അങ്ങനെ അതിന് പറയാം, വാവിന് മുമ്പുള്ള അക്ഷരത്തിന് ദമ്മാണെങ്കിൽ നമുക്ക് നീട്ടാം. അത് മനസ്സിലായി. പക്ഷെ അപ്പൊ എന്താ വാവ് അവിടെ ഇടാൻ കാരണം? അതിന് ഞാൻ പറയാം. അത് നമ്മൾ ഈ തജീവിദിന്റെ ടെക്സ്റ്റ് തന്നെ അവസാന ഭാഗങ്ങൾ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പോരെ? ഓക്കെ. ഇനി കുറച്ച് ഉദാഹരണം കൂടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ മുൽക്കാണ്. നമുക്ക് പലർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഒന്നാമത്തെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അല. ഒരാൾ ഓതിയാണ്, ഇതുവരെയും പറയാത്ത ഒരാൾ ഓതിയാണ് ഇൻഷാ അല്ലാഹ്. ഷറഫുക്ക ഒന്ന് ഓതിയാനക്ക. വഹുവ അല മുതൽ ഓതിയത്. വഹുവ അല. ഷറഫുക്ക ഇല്ല. ഓക്കെ, എന്നാ ഇബ്രാഹിമിക്ക ഒന്ന് ഓതിയാനക്ക. ഷറഫുദ്ദീനുണ്ട്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതെ ഷൈഇൻ ഖദീർ. അതെ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നേരത്തെ ടെക്സ്റ്റിൽ പഠിച്ച ഉദാഹരണം ഷൈഇൻ ഷഹീദാണ് അല്ലേ?
ഇവിടെ ഷൈഉൻ ഖദീർ. അവിടെ അതാ തൻവീനിന്റെ ആ ഒരു എഴുത്ത് രൂപം നമ്മൾ നോക്കണം. ഷൈഉൻ ഖദീർ. നഅം. ഷൈഇൻ ഖദീർ. അടുത്ത ഹാഫിസുക ഇൻഷാ അല്ലാഹ്. الذي خلق 7 ഭാഗം ഹാഫിസുക ഇല്ലേ? സോറി ഇല്ല. എന്നാ ഷറഫ് കോദിക്കും ഇൻഷാ അല്ലാഹ്. സമാവാത്തിൻ തിബാഖാ. അവ തിന്നെന്ന് നമ്മള് ഇന്നിന്റെ ശബ്ദത്തിൽ പോവാൻ പാടില്ല. ഇന്നിന്റെ ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യാൻ പാടില്ല നാക്ക്. സമാവാത്തിൻ തിബാഖല ത്യൂത്തി ത്യൂത്തി. സമാവാത്തിൻ തിബാഖാ. അതെ, സമാവാത്തിൻ തിബാഖാ. സമാവാത്തിൻ തിബാഖാ. അതെ, നമ്മൾ ഈ മറച്ചു മണിങ്ങിയ സമയത്ത് നമ്മുടെ നാവ് എവിടെയും തട്ടാതെ നിക്കണം. വായുടെ അകത്ത് എവിടെയും ടച്ച് ചെയ്യാതെ ഈ മറച്ചു മണിക്കിയ സമയത്ത് നമ്മുടെ നാവ് എവിടെയും തട്ടാൻ പാടില്ല. അതിനുശേഷം 2 ഹറക്കത്തിന്റെ ദൈർഘ്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത അക്ഷരത്തിലേക്ക് നമ്മുടെ നാവിനെ കൊണ്ടുപോകണം. അപ്പോ സമാവാത്യം എന്ന് മണിക്കുമ്പോ നമ്മുടെ നാവ് ഒരു ഭാഗത്ത് ടച്ച് ചെയ്യാതെ ഇങ്ങനെ നിക്കണം. നാക്ക് സമാവാത്യം ഏറിലായിരിക്കും അപ്പൊ നാക്ക് നിക്കുക. നാക്കിന്റെ തുമ്പ് അറ്റഭാഗം എവിടെയും തട്ടൂല. അതിനുശേഷം 2 ഹറക്കത്തിന് ദൈർഘ്യം കഴിഞ്ഞാല് അടുത്ത തിബാഖയിലെ തായിലേക്ക് നമ്മുടെ നാക്കിനെ കൊണ്ടെത്തിക്കണം. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളാണ്. 2 ഹറക ദൈർഘ്യം വെച്ചാല് ഒരല്പമേ നമ്മള് മറച്ചു മണിക്കാവും. 2 ഹറക്കത്ത്. ഇപ്പൊ 2 ഹറക്ക നീട്ടൂലേ നമ്മള്. ഇപ്പൊ സമാവാത്തിലെ മീമിന് എത്ര ഹറക്കത്താ? 2 ഹറക്കത്താ നീട്ടാനുള്ള. പക്ഷെ നമ്മൾ ഒരുപാട് നീട്ടുന്നു ഇല്ല, കുറച്ചു സമയം. 2 ഹറക്കത്ത് വെച്ചാല് കുറച്ചു സമയം. ആ ഒരു കുറച്ചു സമയമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മറച്ചു മണിക്കേണ്ടത്. സമാവാത്തി കുറച്ചു സമയമേ ഉള്ളൂ. ആ ഒരു കുറച്ചു സമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നാവിനെ എവിടെയും തട്ടാതിരിക്കണം ആ മറച്ചു മണിക്കിയ സമയത്ത്. അതാണ് പറഞ്ഞ നൂനിന്റെ ശബ്ദത്തിലേക്ക് നാക്കിനെ കൊണ്ട് തട്ടാൻ പാടില്ല. സമാവാത്തി പറ്റൂല. ഇനി ചുണ്ട് കൂട്ടി മുട്ടാൻ പറ്റൂല. സമാവാത്തിൻ തിബാഖ അതും തെറ്റായ ഒരു ശൈലിയാണ്, രീതിയാണ്. അപ്പോ നമ്മുടെ നാവ് എന്ത് ചെയ്യണം, ഒരു ഭാഗത്തും ടച്ച് ചെയ്യാതെ 2 ഹറക്കത്ത് മറച്ചു മണിക്കുമ്പോ, ആ അക്ഷരത്തെ മറച്ചു മണിക്കുമ്പോ നാവ് എവിടെയും തട്ടാതെ നിൽക്കാൻ വേണം. അടുത്ത അക്ഷരം, തൊട്ടടുത്ത അക്ഷരം പറയുമ്പോ ആ അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ നാവിനെ കൊണ്ടുപോവുകയും ചെയ്യണം. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി 3ാമത്തെ ഉദാഹരണം ഇൻഷാ അല്ലാഹ് ഹാഫിസിക ഹാഫിസിക. അതല്ലേ ഇവിടെ ഈ 3ാമത്തെ അതെ അവിടെ സ്വാദ് ലാംബ്യ കാണുന്നില്ലേ? സിരി അല്ലേ? ഒരു ആ വഖഫിന്റെ എന്താണ് നിയമം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ? നിർത്താതിരിക്കലാണ് നല്ലത്. അതെ, അതാരാ പറഞ്ഞത് നിർത്താതിരിക്കലാണ് നല്ലതെന്ന്? അതെ, നിർത്താതിരിക്കലാണ് ഏറ്റവും നല്ലത്. നിർത്തുന്നതിൽ പ്രശ്നമില്ല, അങ്ങനെ പറയണം നമ്മൾ. നിർത്താതിരിക്കലാണ് ഏറ്റവും ഉത്തമം, നിർത്തുന്നതിൽ പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയാണ് പറയാനുള്ളത്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അല്ലല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞത് സ്വാദിലാബിയ. കണ്ടോ ഇവിടെ കാണുന്നില്ലേക്കാ? അതെ 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 അതെ. അങ്ങനെയാണ് ഈ ഇവിടെ ആണെങ്കിലോ അഹ്സനു അമലൻ 2ാമത്തെ ആയത്തില് അവിടെ വിരോധല്ല, നിർത്തുന്നതാണ് ബെറ്റർ. അല്ലല്ല, ജീം എന്നുള്ളത് എന്താണ്? അനുവദനീയമാണ്. അഥവാ നിർത്താതിരിക്കാം, രണ്ടും ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി നമ്മളാ ഈ വഖഫിന്റെ നമ്മളെ തഹ്ഖീഖ് ആക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് തഹ്ഖീഖ് ആവാം ഇൻഷാ അല്ലാഹ്. ഞാൻ വന്നപ്പോ ജസ്റ്റ് ചോദിച്ചു, നമ്മൾ പഠിച്ച ഭാഗമല്ല, അത് ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചതാണ് ഇൻഷാ അല്ലാഹ്. ഇനി 4ാമത്തെ ഉദാഹരണം നമ്മളിപ്പോ പറഞ്ഞ് സാംസങ് ആയിരുന്നു, അത് ആരും റെസ്പോണ്ട് ഇല്ല. ഓക്കെ,
നാലാമത് ഇല്ലാ ഫി ളലാലിൻ കബീർ. ളലാലിൻ അവിടെ എന്താണ് തൻവീൻ ഉണ്ട്. പക്ഷെ തൻവീന്റെ കസറു തൻവീന്റെ എഴുതിയ ശൈലി നമുക്ക് കാണാൻ സാധിക്കും. ഇടതോട്ട് മാറ്റി അവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ തൻവീൻ വന്നാല് ആ തൻവീനിനെ അവ്യക്തമാക്കി അവിടെ കാഫിലേക്ക് അടുത്ത അക്ഷരമായ കാഫിലേക്ക് മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞേ. ഉണ്ട്. അതില് ഇടത്തോട്ട് മാറ്റി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതുപോലെ തന്നെയുള്ള വേറെ ഏതെങ്കിലും കാണിക്കാൻ പറ്റുക മാറ്റി എഴുതാത്ത? അത് ഇൻഷാ അല്ലാഹ് അടുത്ത് നമ്മൾ പഠിക്കും. അടുത്ത് നമ്മൾ അതാണ് പഠിക്കുന്നത്. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലേക്കാ? അതാ നമ്മളെ ആദ്യത്തെ വലാലിൻ കബീരിൻ അവിടെ നിർത്തിയില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണ്ടെങ്കിൽ ഇതേ സെയിം നിയമമാണ്. അത് ഖുർആൻ അങ്ങനെയാണ്. ഖുർആൻ ഒരായത്ത് നമുക്ക് ചേർത്ത് ഓതി പോയാലോ. ഇപ്പൊ സൂറത്തുൽ ആദിയാത്തൊക്കെ നമ്മൾ നോക്കിയാൽ ന്റെ അവിടെ ഹായിനുള്ള തൻവീൻ നമ്മളെ ഖുർആൻ നോക്കിയാലും ഖുർആൻ അടുത്ത് നോക്കിയാൽ എന്താണ് അവിടെ തൻവീന്റെ രൂപം ഇപ്പൊ നമ്മൾ പഠിച്ച ശൈലിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ഫതഹ തൻവീൻ. അപ്പൊ എന്താണ് ചേർത്തോതുകയാണെങ്കിൽ എന്താണ് അവിടെ ലൊബ്ഹനിലെ ഹായി വന്ന തൻവീനെ അവ്യക്തമാക്കി അടുത്ത ആയത്തിന്റെ ഫസ്റ്റ് ലെറ്ററിലേക്ക് ചേർത്ത് മറച്ചു മണിക്കണം. ഫായിലേക്ക്. മനസ്സിലായോ? അതെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ഭാഗം നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മൾ തൻവീന്റെ ഈ ഒരു രൂപത്തിലുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ച. ഈ ഒരു ശൈലിയിൽ എഴുതിയാൽ തൻവീൻ എന്ത് ചെയ്യണം? അവ്യക്തമാക്കി തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് 2 ഹറക്കത്ത് മണിച്ച് നമ്മൾ ഉച്ചരിക്കേണ്ടതാണ്. ഇനി നമ്മൾ വരുന്നതാണ് ഫത്തഹത്തേനും ജറത്തേനും പോലെ തന്നെയാണോ മറ്റേനും 2 രൂപമുണ്ടോ? ലമ്മത്തേന് 2 രൂപമുണ്ട് അതുപോലത്തെ? അതെ, ദൊമ്മത്തേന് വേറെ രൂപമുണ്ട്. ദൊമ്മത്തേന് വേറെ രൂപമുണ്ട്. പറഞ്ഞുതരാം. ഇതാ നമ്മൾ പഠിച്ചതാണ്. ഫത്തഹത്തേൻ കണ്ടോ ഒരേ ലെവലിൽ എഴുതുന്നു. കെസറത്തേൻ അതേ ലെവലിൽ. ദൊമ്മത്തേന്റെ രൂപം കണ്ടോ? ഓരോ ദൊമ്മിട്ട് മുകളിലേക്കൊരു വളഞ്ഞൊരു ഒരു വരയിട്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട എങ്ങനെയാണ്? ദൊമ്മത്തെ 2 ദൊമ്മ മാറ്റി മാറ്റി എഴുതിയിരിക്കുന്നു. 2 ദൊമ്മിന്റെ യഥാർത്ഥ രൂപം അതേ രൂപത്തിൽ. പക്ഷെ ഇവിടെ എന്താണ്? ഒരു ദൊമ്മും അതിന് മുകളിലായി ഒരു വരയും, വളഞ്ഞൊരു വരയും. ഇതാണ് ദൊമ്മത്തിന്റെ രൂപം. അപ്പൊ ഇങ്ങനെ തൻവീൻ വരികയാണെങ്കിൽ, ഈ രൂപത്തിലാണ് തൻവീൻ വരുന്നതെങ്കിൽ തൻവീനിലുള്ള നൂൻ അഥവാ എന്ന് പറയില്ല, അതിലെ നൂനിന്റെ ശബ്ദം നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കി നമ്മൾ ഉച്ചരിക്കണം. എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ അടുപ്പിച്ചടിപ്പിച്ചാണ് ഫതഹു തൻവീൻ. ഫതഹിന് താഴെയായി അതേ ലെവലിൽ അതേ അലൈൻമെന്റിലാണ് അടുത്ത ഫതഹ് ഇട്ടിട്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫതഹു തൻവീനെ വ്യക്തമാക്കണം. കസറു തൻവീൻ ഇതേ രൂപത്തിലാണ്, അതേ അലൈൻമെന്റിലാണ് അടുത്ത കസർ അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന കസറു തൻവീനിന് എന്ന ശബ്ദം അഥവാ വ്യക്തമാക്കി ഉച്ചരിക്കണം. ദമ്മു തൻവീൻ ഇപ്പോ കാണുന്ന ഈ ഒരു ശൈലിയിലാണ് ദമ്മു തൻവീൻ വരുന്നതെങ്കിൽ ആ ദമ്മു തൻവീനിനെയും എന്ത് ചെയ്യണം? നമ്മൾ വ്യക്തമായി അവിടെ പാരായണം ചെയ്യേണ്ടതാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫതഹു തൻവീന്റെ ഉദാഹരണത്തിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. തസ്ലാ നാറൻ ഹാമിയതൻ. അതെ, ഏത് സൂറത്താ? തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ. സൂറത്തുൽ ഗാശിയ അല്ലേ? അതെ, ഗാശിയ. സൂറത്തുൽ ഗാശിയയിലെ 2ാമത്തെ ആയത്ത്. തസ്ലാ നാറൻ ഹാമിയ. നാറൻ ഹാമിയ. ഇവിടെ നാറൻ എന്ന വാക്കില് റായിന് വന്ന തൻവീൻ, ഫതഹു തൻവീന്റെ ഒരു രൂപം നോക്കിയാണ് നമ്മള് എങ്ങനെയാണ് നമ്മള് നേരത്തെ ഡെഫിനേഷൻ കുറച്ചു മുമ്പ് ഇവിടെ പഠിച്ചത് അതേ രൂപത്തിലാണ് ഇവിടെ വന്നത് അല്ലെ? പക്ഷെ ഹാമിയത്തിൽ അടുത്ത തൻവീൻ നോക്കൂ, അവസാനത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ആയത്ത് ചേർത്തോതുകയാണെങ്കിൽ, 4ാമത്തെ ആയത്ത് 5ാമത്തെ ആയത്ത് ചേർത്തോതുകയാണെങ്കിൽ അവിടുത്തെ ഹാമിയത്തിന്റെ തായിന് വന്ന തൻവീനെ അവ്യക്തമാക്കും. ഇപ്പൊ ഉദാഹരണം തസ്ലാ നാറൻ ഹാമിയതൻ തുസ്ഖാ മിൻ ഐനിനാണ് അടുത്ത ആയത്ത്. അപ്പൊ നമ്മൾ ചേർത്തോതുകയാണെങ്കിൽ തസ്ലാ നാറൻ ഹാമിയതൻ തുസ്ഖാ ഹാമിയതൻ തു. ചേർത്തോതുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഫതഹു തൻവീനെ അവ്യക്തമാക്കി 2 ഹറക്കത്ത് മണിച്ച് അടുത്ത ആയത്തിലുള്ള ഫസ്റ്റ് ലെറ്ററായ തായിലേക്ക്
ചേർത്തോതും. പക്ഷെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യൂല, അവിടെ ചേർത്തോതില്ല. വഖഫ് ചെയ്ത് എങ്ങനെ ഉച്ചരിക്കുക, നമ്മളത് പഠിച്ചതാണ്. നമ്മള് ഫസ്റ്റത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അവിടെ അതെ, അവിടെ ഹ സുക്കൂനായ ഹ ആക്കിയല്ലേ? അതെ അതെ, സുക്കൂനായ ഹ ആക്കി ഉച്ചരിക്കാം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഇവിടെ നാറൻ എന്ന ഭാഗത്ത് എന്ത് ചെയ്യണം, റായിന് ഇതേ രൂപത്തിലാണ് തൻവീൻ അടുപ്പിച്ചടുപ്പിച്ചാണ് ഒരേ രീതിയിൽ ഒരേ അലൈൻമെന്റിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആ തൻവീനിനെ വ്യക്തമാക്കി നമ്മൾ ഉച്ചരിക്കണം. നാറൻ ഹ, നാറൻ. അതെ, നാറൻ എളുപ്പമാണ്. ഈ വ്യക്തമാക്കുന്നത് നമുക്ക് എളുപ്പമാണ് തൻവീനെ. പക്ഷെ അവ്യക്തമാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത്, നാക്ക് അന്നിന്റെ ഭാഗം ഇന്ന് പറയുമ്പോൾ ഉള്ള നൂനിന്റെ ആ ഒരു മഖറജിലേക്ക്, മഖറജ് എന്ന് പറയുമ്പോൾ ഉത്ഭവ സ്ഥാനത്തിലേക്ക് നമ്മൾ നാവിനെ തട്ടാൻ പാടില്ല. വ്യക്തമാക്കുന്നത് എപ്പോഴും നമുക്ക് എന്താണ് എളുപ്പമാണ് പറയാൻ, പ്രയാസം ഉണ്ടാവില്ല. ഈ കസറു തൻവീനിന്റെ ഉദാഹരണം അതെ രണ്ടാമത്തെ ആയത്താണ് തുസ്ഖാ മിൻ. അതെ, അതേ സൂറത്തിലെ അടുത്ത ആയത്താണ്, അഞ്ചാമത്തെ ആയത്താണ് എന്ത്, തുസ്ഖാ മിൻ ഐനിൻ ആനിയ. മിൻ ഐനിൻ, ഐനിൻ അവിടത്തെ നൂനിന് വന്ന കസറു തൻവീൻ നോക്കിയാണ് നമ്മളെ അതിന് മുകളിലുള്ള ഭാഗം നോക്കൂ, കസറു തൻവീന്റെ അതേ രൂപത്തിൽ അല്ലേ? അതെ. അപ്പൊ ഇവിടെ തൻവീനിനെ എന്ത് ചെയ്യണം, വ്യക്തമാക്കി നൂനിന്റെ ശബ്ദത്തെ വ്യക്തമാക്കണം. ഐനിൻ, ഐനിൻ ആനിയ, ഐനിൻ ആനിയ. അതെ, ഹംസ വന്നോണ്ടാണ് അപ്പൊ ഇവിടെ വ്യക്താക്കേണ്ടത്. കാരണങ്ങളിൽ ഒരു കാരണം അതാണോ? വ്യക്തമാക്കുന്ന നെക്സ്റ്റ് വാക്ക് ഹംസ ആയതുകൊണ്ടാണോ കൂടിയാണോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെ ചോദിച്ചത് കൊണ്ട് 5 അക്ഷരല്ലേ ഉസ്താദെ, ഞാൻ പറഞ്ഞോട്ടെ. അത് പറയുന്നത് അതല്ലേ? 5 അക്ഷരം വന്നല്ലേ? 5 6 അക്ഷരമാണ്, 6 അക്ഷരമാണ്. ഓക്കെ, ഞാന് നിയമങ്ങൾ അങ്ങനെ പഠിപ്പിക്കാത്തതാണ്. കാരണം എനിക്കറിയാം ഈ അങ്ങനെ പഠിച്ചാല് ഹൈറാണ്. അഥവാ നമ്മള് ഡെഫിനേഷൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഹൈറാണ്. ഇപ്പൊ ഇവിടെ തൻവീന് ശേഷം ഹംസ വന്നത് കൊണ്ടാണ് തൻവീൻ, അതാണ് യഥാർത്ഥ കാര്യം. പക്ഷെ നമ്മളെ പലർക്കും ഡെഫിനേഷൻ പഠിച്ച ചിലർക്ക് തലേ കയറൂല, മനസ്സിലായേ? ചിലർക്ക് അങ്ങനെ ഖുർആനെ നോക്കി അങ്ങനെ ഓതാൻ പറ്റില്ല, പെട്ടെന്ന് ഡെഫിനേഷൻ മനസ്സിലാക്കി വെക്കാനും പാടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്ത ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാ പഠിപ്പിക്കുന്നത്. അഥവാ ഖുർആനിലെ എഴുത്തിന്റെ രൂപം നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തജ്വീദിൽ ഓതാൻ കഴിയും. പക്ഷെ നമ്മൾ ഹിഫ്ളിൽ പഠിപ്പിക്കുന്നവർക്ക് ഞാൻ ഡെഫിനേഷൻ വെച്ചാണ് പഠിപ്പിക്കുന്നത്, ആ രൂപത്തിലാണ് പഠിപ്പിച്ചുകൊണ്ട്. പക്ഷെ അവർക്ക് മാഷാ അല്ലാഹ് എല്ലാവരും കറക്റ്റ് ഡെഫിനേഷൻ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് എന്താണ് ഈ ഒരു കോഴ്സിൽ എന്താണ് ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് ബേസ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ചതാണല്ലേ ഹാഫിസിക്കൊക്കെ ഇദ്ഹാറൊക്കെ പഠിച്ചിപ്പോ സംഭവം എന്താ വെച്ചാല് ഡെഫിനിഷൻ മറന്നു ഓതാൻ അറിയാം, അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. പക്ഷെ അത് ഡെഫിനേഷൻ നമ്മൾ കാണാതെ പഠിച്ചത് കൊണ്ടാണ്. പക്ഷെ മനസ്സിലാക്കി പഠിച്ചാൽ, പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ ഹൈറാണൊക്കെ. അഥവാ നമ്മൾ ഈ തൻവീന്റെ എഴുത്തിന്റെ ശൈലി, അഥവാ ഖുർആൻ അത്ര എളുപ്പമാക്കിയിരിക്കണം. ഇപ്പൊ നമുക്ക് എടുത്തു നോക്കിയാല് ഒരു നിയമം അറിയാത്തവർക്ക് തന്നെ ഈ എഴുത്തിന്റെ രൂപം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫതഹ് തൻവീന്റെ രൂപം വെച്ചിട്ട് അവിടെ വ്യക്തമാകണം. അഥവാ അത് ഖുർആനിന്റെ ആ ഒരു ബാക്ക് സൈഡിൽ തന്നെ കൊടുക്കും. ഇങ്ങനെ കസറത്തെ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഇഖ്ഫാ ചെയ്യണം. അഥവാ ആ അക്ഷരത്തെ ഖഫിയാക്കണം, മറയ്ക്കണം. അതാണ് ഇഖ്ഫാ ചെയ്യല്, മറയ്ക്കണം. ഇനി തൻവീൻ അടുപ്പിച്ചു വരികയാണെങ്കിൽ അവിടെ എന്താണ് ആ അക്ഷരത്തെ ളാഹിറാക്കണം. അതൊക്കെ എന്ത് ചെയ്യും, ആ ഖുർആനിൽ തന്നെ അവര് കൊടുക്കും. അപ്പൊ ഖുർആന്റെ ആ ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ചില ഖുർആനെ കൊടുക്കൂല, ചില ഖുർആൻ വഖഫിന്റെ സിമ്പിള് മാത്രം കൊടുത്ത് അവരെന്ത് ചെയ്യും, അതിന്റെ കാര്യങ്ങൾ പറയും. അപ്പൊ ഇതിലെന്താണ് തൻവീൻ, ഇവിടെ കസറു തൻവീന് അവിടെ യഥാർത്ഥത്തിൽ കസറു തൻവീൻ വെച്ച് ഹംസ വന്നത് കൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാൻ എന്താണ്, ആ തൻവീനിന്റെ ശൈലി, കസറു തൻവീനിന്റെ എഴുത്തിന്റെ ശൈലി നോക്കിയാൽ ഒരേ രൂപത്തിൽ വന്നത് കൊണ്ട് എന്താക്കണം, ആ കസറു തൻവീനിനെ വ്യക്തമാക്കി നമ്മൾ ഉച്ചരിക്കണം. അതെ. ഇനി ദമ്മു തൻവീനിന്റെ നോക്കുമ്പോ ലൈസ ലഹും തആമുൻ, അല്ല തആമുൻ എന്ന വാക്കിലെ മീമിന് എന്ത് വന്നു, ദമ്മു തൻവീൻ വന്നു അല്ലെ? ആ ദമ്മു തൻവീന്റെ ശൈലി നമ്മൾ നോക്കിയാണ്, ഒരു ദം എഴുതി അതിന് മുകളിലായൊരു വളഞ്ഞൊരു വര അല്ലെ? അത് ആ വളഞ്ഞ വര എന്താണ്, രണ്ടാമത്തെ ദമ്മിന് പകരമായി കൊടുക്കുന്ന ഒരു അടയാളമാണ്. അപ്പൊ ഇങ്ങനെ ദമ്മു തൻവീൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം,
ദമ്മു തൻവീനിനെ വ്യക്തമാക്കണം. തആമുൻ അവിടെ ഉൻ അഥവാ നൂനിന്റെ ശബ്ദം വ്യക്തമാക്കണം. തആമുൻ ലൈസ ലഹും തആമുൻ ഇല്ല. തആമുൻ ഇല്ല. ഇനി കുറച്ച് ഉദാഹരണം നമ്മൾക്ക് എന്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ സൗദി പ്രിന്റിലല്ലേ എങ്ങനെ കാണുള്ളൂ ഉസ്താദ്? മറ്റ് പ്രിന്റേഴ്സിൽ ഇങ്ങനെ കാണും. സൗദി പ്രിന്റ് ഇല്ലേ? ഏത് പ്രിന്റാണ് ഉദ്ദേശിച്ചത്? നമ്മളൊക്കെ ഈ ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ പറഞ്ഞില്ലേ നമ്മളെ ഈ പാകിസ്ഥാൻ പ്രിന്റ് ഒക്കെ ഉറുദു മോഡലുള്ള ഫോണ്ടൊക്കെ ആണല്ലോ തജ്വീദ് പോലത്തെ ഖുർആനൊക്കെ, അതിലൊന്നും ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കൂല. അത് വേറൊരു ശൈലിയാണ്. ഞാനൊക്കെ ഹിഫ്ദ് പഠിച്ചത് ഖുർആനിലാണ്. പക്ഷെ നമ്മള് അവലംബിക്കേണ്ട ഏറ്റവും നല്ലതെന്ന് വെച്ചാല് ഖുർആൻ പ്രിന്റ് എന്ന് വെച്ചാല് നമ്മളെ മദീന ഖുർആനാണ്. മദീന പ്രിന്റ് ഒക്കെയാണ്. മദീന പ്രിന്റ് അതൊക്കെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അതെ, അതാണ് ഹയർ, ഏറ്റവും ഹയർ അതാണ്. മദീന പ്രിന്റ് ഒക്കെ നമ്മൾ നോക്കലാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. വെയിറ്റ് ചെയ്യക്കാം. അതെ, ഇവിടെ രണ്ട് ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഫതഹു തൻവീനിന്റെ ഉദാഹരണം കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, അതെ. ഇവിടെ എങ്ങനെ നമുക്ക് വായിക്കും? ഒരാൾ വായിച്ചാൽ അതെ, അദാബൻ. ആ തൻവീന്റെ എഴുത്തിന്റെ ശൈലി നോക്കിയാണ്. പക്ഷെ അലീമൻ ഫി അവിടെ അലീമൻ അവിടെ എന്താണ്? അവിടത്തെ മീമിന് വന്ന തൻവീന്റെ ശൈലി വേറെയാണ്. അതെ അതെ, മാഷാ അല്ലാഹ്. അപ്പോ ഇവിടെ തൻവീനെ നേരെ അതേ അലൈൻമെന്റിൽ ചേർത്തെഴുതിയിരിക്കുന്നു. അലീമൻ എന്നുള്ള മീമിന് എന്താക്കുന്നു? അവിടെ വന്ന ഫതഹു തൻവീന് വേർതിരിച്ച് മാറ്റിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അദാബൻ എന്നുള്ള ബായിന് വന്ന തൻവീനെ വ്യക്തമാക്കണം. അലീമൻ എന്നതിലെ മീമിന് വന്ന ഫതഹു തൻവീനെ അവ്യക്തമാക്കി ഫായിലേക്ക് ഉച്ചരിക്കണം. അത് അദാബൻ അലീമൻ ഫിദ്ദുനിയ. അതെ, മാഷാ അല്ലാഹ്. പിന്നെ ഇനിയുള്ളത് അവസാന ഭാഗത്താണ്. വലഹും തൻവീന്റെ ഒരു ഉദാഹരണം. അതെ, ഇതില് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും സംശയങ്ങള്? ഇപ്പൊ നമുക്ക് രണ്ടും നമുക്ക് മനസ്സിലായിട്ടില്ലേക്കാ? അഥവാ നേരത്തെ പറഞ്ഞ ഫതഹു തൻവീന്റെ ശൈലിയും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇനി പ്രയാസം ഉണ്ടാവില്ല അങ്ങനെ. അഥവാ തൻവീനിന് ഈ രൂപത്തിൽ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച രൂപത്തിലാണ് തൻവീൻ ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ തൻവീനിനെ എന്ത് ചെയ്യണം? വ്യക്തമാക്കി പാരായണം ചെയ്യണം. ഇനി അതല്ല മാറ്റിയാണ് എഴുതിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അവിടെ തൻവീൻ എന്ത് ചെയ്യണം? അവ്യക്തമാക്കി നമ്മള് അടുത്ത് മണിച്ചുച്ചരിക്കണം. 2 ഹറക്കത്ത് മണിച്ച് ഉച്ചരിക്കണം. മാഷാ അല്ലാഹ്. അതെ, ഇനി നമ്മള് തൻവീനിന്റെ കഴിഞ്ഞാല് ഹറക്കത്തില്ലാത്ത നൂനിന് നമ്മൾ പഠിച്ചില്ലേ? ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഹറക്കത്തില്ലാത്ത നൂന് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ആ നൂനിനെ അവ്യക്തമാക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ഇന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞു അല്ലേ? എന്നാൽ ഹറക്കത്തുള്ള നൂനുണ്ട്. ഹറക്കത്ത് കൊടുത്ത നൂന് കാണാൻ സാധിക്കും ഖുർആനിൽ. 2 തരം നൂനുണ്ട്. ഒന്ന് സുക്കൂന് എഴുതപ്പെട്ട നൂനുണ്ട്, 2 സുക്കൂന് എഴുതപ്പെടാത്ത നൂനുണ്ട്. അപ്പൊ സുക്കൂൻ എഴുതപ്പെടാത്ത നൂനിന്റെ നമ്മൾ നിയമങ്ങൾ പഠിച്ചു അല്ലെ? സുക്കൂൻ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ഷദ്ദിന്റെ അക്ഷരം വന്ന എന്ത് ചെയ്യണം? ഷദ്ദിന്റെ അക്ഷരത്തെ മാത്രം നമ്മൾ ഉച്ചരിക്കണം അല്ലേ? അത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതേ രൂപത്തിലാണ് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം
ബാ വരികയാണെങ്കിൽ, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബാ വരികയാണെങ്കിൽ, നമ്മൾ പറഞ്ഞില്ലേ നൂനിന് മുകളിലായിട്ട് ഒരു ചെറിയ മീമൊക്കെ വരുന്ന സന്ദർഭം പറഞ്ഞില്ലേ? അത് മീമാക്കി മണിച്ചിട്ടോ? മീമാക്കി മണിച്ച് മീമാക്കി മാറ്റി. അവിടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഹറക്കത്തില്ലാത്ത നൂൻ എന്ന ഒരു ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഹറക്കത്തുള്ള നൂനിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അപ്പോ ഇന്നത്തെ അവസാന ഭാഗമാണ് എന്ത്? ഹറക്കത്തുള്ള നൂന് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ഉച്ചരിക്കണം, അതാണ്. അപ്പൊ നൂൻ ഇൻ വ്യക്തമാക്കൽ, വെളിവാക്കൽ. നൂനിന്റെ മുകളിൽ സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നൂനിന്റെ ശബ്ദം വ്യക്തമാക്കുക, അൻ എന്ന് വ്യക്തമാക്കണം. അപ്പൊ സുക്കൂന് എഴുതപ്പെട്ടിട്ടുണ്ട് ഖുർആനില്, നൂനിന്റെ സുക്കൂനുള്ള നൂനിന് സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, ആ നൂനിനെ വ്യക്തമാക്കണം. അതാണ് ഒന്നാമത് ഉദാഹരണം. ഫകുലു മിൻഹ. അതെ, മിൻഹയിൽ എന്തുണ്ട്? നൂനിന് എന്തുണ്ട്? അവിടെ സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്യണം, ആ നൂനിനെ ഇൻ എന്ന് നമ്മൾ വ്യക്തമാക്കി ഉച്ചരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ വ്യക്തമാക്കുന്ന സമയത്ത് മണിക്കാൻ പാടില്ല. മിൻഹ മണിക്കാൻ പാടില്ല. അതെ, മണിക്കാതെ വ്യക്തമാണ്. മിൻഹ, ഇതും ഇദ്ഹാറാണ് ഹാഫിസ്ക്ക, ഇതും ഇദ്ഹാറാണ്. പക്ഷെ നമുക്ക് എഴുത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ നൂനിന് എന്തുണ്ട്? സുക്കൂന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുക്കൂൻ ഒരു അക്ഷരത്തിന് കൊടുത്താൽ എന്താണ്, ആ അക്ഷരത്തെ വ്യക്തമാക്കണം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നൂനിന് മാത്രമല്ല, ഏത് അക്ഷരത്തിന് സുക്കൂന് കൊടുത്തോ ആ അക്ഷരം വ്യക്തമാക്കണം. ഈ മിൻഹാക്ക് ശേഷമുള്ള ഹൈസ് എന്ന വാക്കില്ലേ, അതിലെന്തുണ്ട്? യായിന് സുക്കൂന് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ വ്യക്തമാക്കണം, യായിന് ഹൈ എന്ന് തന്നെ പറയണം. അതേപോലെ ഷിത്തുമിലോ എന്തുണ്ട്? ഹംസക്ക് സുക്കൂനുണ്ട്. ഷി, അവിടെ എന്തുണ്ട്? ഹംസയെ വ്യക്തമാക്കണം, സുക്കൂനാക്കി വ്യക്തമാക്കണം. അതേപോലെ മീമിന് എന്തുണ്ട്? അവിടെയും ഉണ്ട് എന്ത്? സുക്കൂൻ. അപ്പോ സുക്കൂന് ഖുർആനിൽ ഏത് അക്ഷരത്തിനാണ് സുക്കൂന് എഴുതപ്പെട്ടിട്ടുള്ളത് ആ അക്ഷരത്തെ എന്ത് ചെയ്യണം? സുക്കൂനാക്കി തന്നെ വ്യക്തമാക്കണം. പക്ഷെ ഇവിടെ നമ്മള് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ നൂനിന്റെ വിഷയം പറയുന്നതോടെ നമ്മൾ എന്ത് പറയുന്നത്? നൂനിന്റെ വിഷയം പറയുമ്പോൾ തജ്വീദിന്റെ ഒരു ഭാഗം വരുന്നത് നൂനിന് ഹറക്കത്തില്ലാത്ത നൂനാണ് എന്ത് ചെയ്യണം? അവിടെ അവ്യക്തമാക്കണം. ഹറക്കത്തുള്ള നൂന് ആണെങ്കിൽ, അഥവാ സുക്കൂനുള്ള നൂന് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാൻ പാടില്ല. മിൻഹ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നൂനിനെ എന്ത് ചെയ്യാൻ പാടില്ല? മണിച്ച് ഉച്ചരിക്കാൻ പാടില്ല. മണിക്കാതെ വ്യക്തമാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ എന്ന ശബ്ദം വ്യക്തമാക്കി ഉച്ചരിക്കണം. ഈ രണ്ടാമത്തെ ഉദാഹരണം, ഖാല അഊദു ബില്ലാഹി അൻ അകൂന. അൻ അകൂന, അതെ, അൻ അകൂന എന്ന ഭാഗത്ത് എന്താണ്? അവിടെ അൻ എന്ന ഭാഗത്ത് സുക്കൂനുള്ള നൂൻ സുക്കൂന് പ്രിന്റ് ചെയ്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ നൂനിനെ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കി പാരായണം ചെയ്യണം. മനസ്സിലായില്ലേക്കാ? മനസ്സിലായിട്ടുണ്ടാവൂലേ? ഓക്കെ. 2-3 ഉദാഹരണം ഇൻഷാ ഒന്ന് നോക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്ലാരിറ്റി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് കിട്ടും. ഓക്കെ. സൂറത്തു തൗബയാണത്. സൂറത്തു തൗബ യഅ്തദിറുൻ ജുസു ആണ്. അതിന്റെ തുടക്കം, ഫസ്റ്റ് പേജ് ആണ്. ഇതില് നമ്മള് ഖദ് നബ്ബഅന അല്ലാഹു, ഒന്നാമത്തെ ഭാഗം, ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും. മിൻ എന്ന വാക്കിൽ എന്തുണ്ട്? നൂന്, അതെ, സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നൂനിന് എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. ആ സുക്കൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇനി ലിതർദൗ, അതെ, മിൻ അഖ്ബാരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ലിതർദൗ, ആ ഒരു ഭാഗം നോക്കിയാണ്. ലിതർദൗ, അതെ, അൻഹും. അൻഹും എന്ന നൂനിന് എന്തുണ്ട്? സുക്കൂൻ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ. ഇനിയുള്ളത് ഇവിടെയും എന്തുണ്ട്? അതെയാണ്, അൻഹുമാണ്. ഇവിടെ അൻഹും, അവിടെ നൂനിന് എന്തുണ്ട്? സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും അൻഹും കേട്ടോ, സുക്കൂന് ഒരേ എക്സാമ്പിൾ ആണ്, ഒരേ വാക്കുകളാണ്, അത് ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ്. പക്ഷെ എന്തുണ്ട്? ഈ അൻഹുമിന് ശേഷം ഫഇൻ എന്നുണ്ട് അല്ലെ? അൻഹും ഫഇൻ, അവിടുത്തെ നൂനിന് എന്താ ഇല്ല? സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ അവിടെ എങ്ങനെയാ? ഫഇൻ തർദൗ, ഫഇൻ തർദൗ ഉണ്ടോ? അതെ, നൂനിനെ അവ്യക്തമാക്കണം. അപ്പോ ഒന്നാമത്തെ അൻഹും എന്ന വാക്കിലെ നൂനിനെ വ്യക്തമാക്കണം. അവിടെ സുക്കൂന് ചെയ്തിട്ടുണ്ട്, സുക്കൂന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള വാക്ക് ഫഇൻ എന്ന വാക്കിൽ എന്ത് ചെയ്തിട്ടില്ല? നൂന് സുക്കൂന് കൊടുത്തിട്ടില്ല. പക്ഷെ സുക്കൂനാണ് ആ അക്ഷരത്തിന്, ആ നൂനിന് സുക്കൂനാണ്. എന്നാല് ആ സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടില്ല, അതാ അവിടെ എന്ത് ചെയ്തിട്ടില്ല? എഴുതിയിട്ടില്ല. അപ്പൊ രണ്ടിലെ വ്യത്യാസം മനസ്സിലായില്ലേ? സുക്കൂന് എഴുതപ്പെടാത്ത നൂന് ആണെങ്കിൽ എന്ത് ചെയ്യണം?
അവിടുത്തെ അനുവിനെ അവ്യക്തമാക്കണം. അൻ എന്ന ശബ്ദത്തെ എന്താണ് ഇന്നെന്ന ശബ്ദത്തെ അവ്യക്തമാക്കണം. ഇനി സുക്കൂന് നൂനിന് എഴുതപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ആ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കേ. അതെ, മണിക്കാതെ വ്യക്തമാക്കണം. അതെ, മാഷാ അല്ലാഹ്. വേറൊരു ഉദാഹരണം കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് കാണിക്കാം. അല്ല, ഇതല്ല. അതെ, കാണുന്നില്ലേക്കാ? കാണുന്നുണ്ടല്ലോ. ഓക്കെ. വമാ നഖമു ഇല്ലാ അവിടെ അൻ മണിക്കണ്ട. അൻ അഗ്ന, അൻ അഗ്നാഹു. അതെ, ഒരാള് വായിച്ചപ്പോ മണിച്ചു, അൻ എന്ന് മണിച്ചു. അന്നെന്ന് മണിക്കണ്ട, അൻ അഗ്നാഹു. അതെ അതെ, അവിടെ നൂനിന് എന്തുണ്ട്? സുക്കൂന് കൊടുത്തിട്ടുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ മിൻ ഫദ്ലി എന്നൊരു വാക്ക് കാണുന്നില്ലേ? അവിടെ എന്തല്ല, നൂനിന് എഴുതപ്പെട്ടിട്ടില്ല. ഇവിടെ നൂന് സുക്കൂന് പ്രിന്റ് ചെയ്തപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ സുക്കൂണ നൂനെ അവ്യക്തമാക്കി 2 ഹറക്കത്ത് മണിച്ച് ഫായിലേക്ക് ഉച്ചരിക്കണം. ഇനി രണ്ടാമത് ഉദാഹരണം ഒരാളൊന്ന് വായിച്ചാണ്, ഹാഫിസിക്കൊന്ന് വായിച്ചാണ്. അടുത്തത് അതെ, വമിൻഹും. അതെ, വമിൻഹും. ആ നൂനിനെ അതെ. റഷീദ് അടുത്ത ഒന്ന് വായിച്ചാണ്. വമിൻഹും കഴിഞ്ഞാല് കാണാലോ. ഇപ്പൊ കാണുന്നില്ലേ? അതെ, ലഇൻ ആതാന. വമിൻഹും മൻ ആഹദല്ലാഹു ആഹദല്ലാഹ ലഇൻ ആതാന. അതെ, ലഇൻ ആതാന. ഇനി അവസാനത്തെ 2 ഉദാഹരണം ഒരാളൊന്ന് വായിച്ചാണ്. ആരെങ്കിലും ഒരാള്. അതെ, അതെ, അസാബുൻ. അവിടെ എന്തുണ്ട്? തൻവീനിന് വ്യക്തമാക്കണം. ഇപ്പൊ ഇന്നത്തെ ഇത് പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ അഥവാ നമ്മൾ തൻവീനിന്റെ വിഷയം വന്നപ്പോ തൻവീനിന്റെ ആ എഴുത്തിന്റെ ശൈലിയിലുള്ള മാറ്റി എഴുതുകയാണെങ്കിൽ അവ്യക്തമാക്കണം. ഒരേ രൂപത്തിൽ വന്ന തൻവീനിനെ വ്യക്തമാക്കണം. ഇനി ഹറക്കത്തുള്ള നൂന് ആണെങ്കിൽ, സുക്കൂന് പ്രിന്റ് ചെയ്തപ്പെട്ടുള്ള നൂന് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഇതിൽ നമുക്ക് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇനി എഴുതാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കുകൾ കുറച്ച് പേരെ കാണിച്ചിട്ടുള്ളൂ, 2 പേരാണെന്ന് തോന്നുന്നു. അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പകുതിയിലധികം ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവന് അയക്കായിരുന്നത് അതെ അതെ, കുറച്ച് എന്നാലും തരാൻ തോന്നുന്നു. നിങ്ങളെ തിരക്കും കാരണമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 2-3 വോയിസ് ഖുർആൻ ഓതുകയാണെങ്കിൽ അത്ര മതി. എഴുതാനും സ്കാൻ ചെയ്യാനുള്ള സമയത്തിന്റെ പ്രശ്നമുണ്ട് മൊബൈലിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ വോയിസ് ഗ്രൂപ്പിൽ ഇട്ടാല് അതായത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ടൈമിംഗ് പെട്ടെന്ന് കുറച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അഥവാ എന്ത് ചെയ്യണമെന്ന് വോയിസ് ഇടണമെന്നല്ലേ? അതില് വേറൊരു സംഭവം എന്താ വെച്ചാല്, നമ്മൾ ഓതി പഠിച്ചാൽ അത് ശരിയാവുള്ളൂ. അതിന്റെ തിയറി കുറച്ച് നമുക്ക് കുറച്ച് ഓതി ഇട്ടാൽ എന്താ, എല്ലാവരും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതെ ഓക്കെയാണ്. പക്ഷെ നമ്മള് എല്ലാ നിയമവും പഠിച്ചിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റൂ. തിരുത്താലോ, പരസ്പരം തിരുത്താലോ. എനിക്ക് തോന്നുന്നത് അതല്ല വിഷയം. അതല്ല, ഇപ്പൊ നമ്മളില് പലരും എന്താക്കിയിട്ടില്ല. ഇപ്പൊ നമ്മള് വോയിസ് ക്ലിയർ ഇല്ല, കട്ടായി പോകുന്നു. വോയിസ് ക്ലിയർ ഇല്ല. എന്താക്കിയിട്ടുള്ളൂ നിയമങ്ങൾ പല ആൾക്കാരും ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യേ. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. എനിക്ക് തോന്നണത്, എന്റെ ഒരു തോന്നൽ എന്താ വെച്ചാല്,
ഇപ്പോ വാട്ട് ഐ ഫീൽ ഈസ് എനിക്കിപ്പോ തോന്നണത്, അതായത് ഈ എടുക്കുന്ന വോളിയം കുറച്ചിട്ട് അത്രക്ക് തന്നെ എടുത്ത കുറച്ച് അത്രക്ക് തന്നെ എല്ലാരെ കൊണ്ട് ഓദിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പോവായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര സ്പീഡ് വേണമെന്ന് തോന്നല്ല. പ്രാക്ടീസിൽ അത് ശരിയാവില്ല സംഭവം. കുറച്ച് ഒരു 3-4 വരെ എല്ലാരും ഓതി കിട്ടുമ്പോ അവർക്ക് പ്രാക്ടീസ് ആയി വരും. അല്ലെങ്കിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഇപ്പൊ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ഖുറാന്റെ ഒരു ഭാഗം മുതൽ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ കോഴ്സ് കഴിയുന്നവരെ ഒരു ഭാഗം മുതൽ തുടങ്ങാം. ഒരു സൂറത്ത് എടുത്തിട്ട് ഒരു 2-3 പേര് ഒരാൾ ഓതാം. നമ്മൾ പഠിച്ച ഭാഗങ്ങൾ മാത്രം ക്ലിയർ ചെയ്യാൻ. അതെ ഇൻഷാല്ലാ അങ്ങനെ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു കുറെ ഭാഗങ്ങൾ കവർ ആക്കിയിട്ടുണ്ട്. തജ്വീദിന്റെ ഒരുപാട് ഭാഗങ്ങൾ കവർ ആക്കിയിട്ടുണ്ട്. നല്ലോണം ഉപകാരം വരുന്നുണ്ട്. ഇതിന്റെ കുറച്ച് നിയമങ്ങളൊക്കെ നല്ലോണം പഠിക്കാൻ പറ്റി. അൽഹംദുലില്ലാ. പിന്നെ നമുക്കൊരു ആത്മീയ ഊർജ്ജം ഓതുമ്പോ തജ്വീദ് ഉണ്ടെങ്കിൽ അതെ. എന്നാലും ഇൻഷാല്ലാ നമുക്ക് അങ്ങനെ ആക്കാം ഇൻഷാല്ലാ. ആയിക്കോട്ടെ. പിന്നെ ഞാൻ നേരത്തെ ബോധിപ്പിക്കാന്ന് വെച്ചാലേക്ക് 1 മണിക്കൂർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് പഠിപ്പിക്കലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ നമ്മള് ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോഴും നമുക്ക് അങ്ങനെ കുറെ പേർക്ക് അറിയില്ലല്ലേ. ചില ആൾക്കാർക്ക് അറിയാമെങ്കിലും ചില ആൾക്കാർക്ക് ചില നിയമങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പൊ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ ടെക്സ്റ്റിന്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ കവർ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ അങ്ങനെ ആക്കാം. അങ്ങനെയാണ് അസൈൻമെന്റ് ക്ലാസ്സിൽ ഓതി ഇട്ടൂടെ? എന്നാൽ അതാകുമ്പം പിന്നെ ഈ സമയം പിന്നെ മുഴുവൻ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ലേ? അസൈൻമെന്റ് ക്ലാസ്സിൽ കുറച്ച് ഇന്ന ഭാഗം എല്ലാവരും ഓതി ഇടുക, മിസ്റ്റേക്ക് ഉള്ള തിരുത്തി അങ്ങനെ നടക്കില്ലേ? ഗ്രൂപ്പിൽ നമുക്ക് എല്ലാവരും ഒരേ സമയം ആക്റ്റീവ് ആകൂല. ക്ലാസ്സിലാകുമ്പോ എല്ലാവരും ഉണ്ടാവും, എല്ലാവർക്കും ചർച്ച ചെയ്യാം. ക്ലാസ്സിലാണ് നല്ലത്. ക്ലാസ്സില് അതെ. ചിലപ്പോ ചില സമയങ്ങളിൽ ചിലർക്ക് ജോലി ഉണ്ടാവും, അവര് വർക്ക് ടൈമിലായിരിക്കും. പിന്നെ അവസാനം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അപ്പൊ ഫുള്ള് കേട്ട് തീർക്കാനേ ഒരു. അപ്പൊ നമുക്ക് അതിനേക്കാളും ഹയർ എന്നുള്ളത് അടുത്ത ക്ലാസ് 1 മണിക്കൂറില്ലേ, ഇപ്പൊ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പൊ ഒരു 6-7 വരെയാണ് കയറിയിട്ടുള്ളത്. അപ്പൊ എന്താ ഒരു 30 മിനിറ്റ് എടുത്താലും പ്രശ്നമില്ല. നമുക്ക് ഒരാളൊരു 3 ലൈനോ 4 ഓതി എന്താക്കാം. എങ്ങനെയാണെന്ന് അറിയാം, നമ്മള്